KS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ്. സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഈ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള എന്ന് പറയുന്ന ഭാഗം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. സിലബസ് നോക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് തോന്നും. കലകളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ട്രൈബൽ കൾച്ചറിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, പിൽഗ്രിമേജിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ടൂറിസ്റ്റ് പ്ലേസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, നാടകത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, മലയാള ഭാഷയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണുന്ന സമയത്ത് വളരെ എളുപ്പമാണെന്ന് തോന്നും. പക്ഷേ എവിടെ നിന്നാണ് ഇത് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള സംശയങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരളയിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കേണ്ടത്, ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എമിനന്റ് PSCയിലേക്ക് സ്വാഗതം. കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സിലബസിനകത്ത് പറഞ്ഞിട്ടുള്ള ഓരോ ഭാഗങ്ങളും എന്ത് ചെയ്യാം, നമുക്കൊന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ആദ്യം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള ആർട്ട് ഫോംസ് എന്ന് പറയുന്നൊരു ഭാഗമാണ്. കലകളെ കുറിച്ചിട്ടാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സിലബസ് നോക്കുന്ന സമയത്ത് നമുക്ക് പരിചയമുള്ള കലകൾ, നമുക്ക് പരിചയമുള്ള പിൽഗ്രിമേജ് സെന്ററുകൾ, നമ്മൾ പോയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ, നമ്മൾ കണ്ടുശീലിച്ചിട്ടുള്ള സിനിമകൾ ഒക്കെ തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ചുറ്റിനുള്ള മനുഷ്യരെ കുറിച്ചിട്ടും നമ്മുടെ ഭാഷയെ കുറിച്ചിട്ടും നമ്മുടെ സംസ്കാരത്തെ കുറിച്ചിട്ടും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയമുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ബുക്കുകളൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമാണ് നമ്മുടെ സംശയം, അല്ലേ? അപ്പോൾ അത് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കലാരൂപങ്ങളെ കുറിച്ചിട്ട് പറയാം. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇതിനു മുമ്പ് KS എഴുതിയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും ആദ്യമായിട്ട് KS എക്സാമിനെ സമീപിക്കുന്ന ആൾക്കാരായിരിക്കാം, PSCയുടെ മറ്റ് എക്സാമുകൾ എഴുതിയിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ. അപ്പോൾ നിങ്ങൾ +2 ലെവൽ എക്സാം എഴുതുന്ന സമയത്തോ ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്ന സമയത്തോ ഒക്കെ സിലബസിൽ കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് കല, കായികം, സംസ്കാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം, അല്ലേ? അപ്പോൾ അതിനകത്ത് കല എന്ന് പറയുന്ന ഒരു സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ആ സിലബസ് ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ, അവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങൾ, പ്രശസ്തമായിട്ടുള്ള സ്ഥാപനങ്ങൾ, പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു കലയെക്കുറിച്ചിട്ട് പഠിക്കുന്ന സമയത്തും നമ്മളും എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടതായിട്ട് ഉള്ളത്. ഒരു കലാരൂപം എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കലാരൂപത്തെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ടത് ആ കലയുടെ ഉത്ഭവം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ കല എങ്ങനെയാണ് കേരളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ആ കല എങ്ങനെയാണ് കേരളത്തിൽ പ്രചാരം നേടിയിട്ടുള്ളത്. ഓരോ കലകൾക്ക് പിന്നിലും ഓരോ കഥകൾ പറയാനുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ചവിട്ട് നാടകത്തെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് നമ്മൾ പറയും പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാണ് എന്ന് പറയും, അല്ലേ? ഇപ്പോൾ കൃഷ്ണനാട്ടത്തെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് നമ്മൾ മാനവേന്ദ്രൻ സാമൂതിരിയെ കുറിച്ചിട്ട് പറയും. അല്ലാന്നുണ്ടെങ്കിൽ രാമനാട്ടത്തെ കുറിച്ചിട്ടാണെങ്കിൽ കൊട്ടാരക്കര തമ്പുരാന്റെ പേര് അതിനോടൊപ്പം പറയാറുണ്ട്. തുള്ളൽ പറയുന്ന സമയത്ത് കുഞ്ചൻ നമ്പ്യാരുടെ പേര് പറയാറുണ്ട്. ഇങ്ങനെ വ്യക്തികൾ കൊണ്ടുവന്ന അല്ലാതെ തന്നെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ആരാണ് കൊണ്ടുവന്നതെന്ന് കൃത്യമായിട്ട് അറിയാത്ത ഒരു നാടിന്റെ സംസ്കാരമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നാടിന്റെ അനുഷ്ഠാനമായിട്ടോ ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന കലകളുണ്ട്, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള കലകളുടെ പിന്നിലുള്ള ചരിത്രം എന്താണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുന്ന എന്താണ് വളരെ നല്ല കാര്യമാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ പഠനത്തിന്റെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഓരോ കലകൾ നിങ്ങൾ നോക്കുന്ന സമയത്തും ആ കലകൾ പ്രചാരത്തിൽ ഉണ്ടാവുന്ന ഒരു മേഖലയുണ്ടാവും, അല്ലെ? ഇപ്പോൾ മലബാർ മേഖലയിൽ പ്രശസ്തമായിട്ടുള്ള കലകൾ ഉണ്ടാവും. ഇപ്പോൾ എന്താ പറയുക, തെയ്യം അല്ലെങ്കിൽ തിറ, അല്ലെ? കോഴിക്കോട്, കണ്ണൂർ പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ പ്രചാരത്തിലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അല്ലെങ്കിൽ കണ്ണൂരേക്ക്, കാസർഗോഡിലേക്ക് പോകുന്ന സമയത്ത് യക്ഷഗാനം, പാലക്കാടേക്ക് വരുന്ന സമയത്ത് മീനാക്ഷി കല്യാണം, അല്ലെങ്കിൽ പൊറാട്ട് നാടകം, കന്യാർ കളി, അല്ലെ? കോട്ടയത്തേക്ക് വരുന്ന സമയത്ത് അർജുന നൃത്തം, പത്തനംതിട്ട, ആലപ്പുഴ ഭാഗങ്ങളിലേക്കൊക്കെ മുടിയേറ്റ്, പടയണി പോലെയുള്ള കലാരൂപങ്ങളൊക്കെ നമുക്ക് അത്തരത്തിൽ പറയാൻ പറ്റും. അപ്പോൾ ഓരോ മേഖലകളിലും പ്രചാരത്തിലുള്ള കലകളെ കുറിച്ചിട്ട് അറിഞ്ഞു വെക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഓരോ കലകളും അതിൻ്റെ പിന്നിലുള്ള ഇതിവൃത്തം എന്താണ് എന്നറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓരോ കലകളുടെ പിന്നിലുമുള്ള ചരിത്രം വ്യത്യസ്തമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ അവതരിപ്പിക്കുന്ന കഥകൾ വ്യത്യസ്തമായിരിക്കും, അല്ലെ? ഇപ്പോൾ കൂടിയാട്ടം നോക്കിക്കഴിഞ്ഞാൽ, കൂടിയാട്ടത്തിൽ എങ്ങനെയാണ് വരിക? സംസ്കൃത നാടകങ്ങളെ കേരളീയ തനിമയിൽ അവതരിപ്പിക്കുകയാണ്, അല്ലെ? ചവിട്ട് നാടകത്തിലാണെങ്കിലോ യൂറോപ്യൻ ഒപ്പേറാസ് കേരളീയ തനിമയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മാർഗംകളി നോക്കിയോ, സെന്റ് തോമസിന്റെ കഥയാണ് പറയുന്നത്, അല്ലെ? കാക്കാരിശി നാടകമാണെന്നുണ്ടെങ്കിൽ ശിവന്റെയും പാർവതിയുടെയും കഥയാണ് പറയുന്നത്. അഷ്ടപതിയാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണന്റെ കഥയാണ് പറയുന്നത്.
അപ്പോൾ മുടിയേറ്റ് പടയണിയാണെന്നുണ്ടെങ്കിൽ ഭദ്രകാളി ദാരിക യുദ്ധമാണ് പറയുന്നത്. അപ്പോൾ ഓരോ കലകളുടെയും പിന്നിലുള്ള കഥകൾ അല്ലെങ്കിൽ ആ അവതരണത്തിൽ അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഒരു പുരാണ കഥകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ പറഞ്ഞു പോകുന്ന ഒന്നായിരിക്കും. അപ്പോൾ എന്താണ് ആ കലയുടെ ഇതിവൃത്തം എന്ന് അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലകൾക്കെല്ലാം ഓരോ ചടങ്ങുകളുണ്ടാവും. ഇപ്പോൾ കഥകളിയിൽ കേളികൊട്ട് മുതൽ ധനാശി പാടുന്നത് വരെയുള്ള ചടങ്ങുകളുണ്ട്. കൂത്തിൽ ചാരി എന്ന് പറയുന്ന നൃത്തം മുതൽ തുടങ്ങുന്ന ചടങ്ങുകളുണ്ട്. പടയണിയിലാണെന്നുണ്ടെങ്കിൽ കൊടി നാട്ടുന്നത് മുതലുള്ള ചടങ്ങുകളുണ്ട്. മുടിയേറ്റിലാണെന്നുണ്ടെങ്കിൽ ഭദ്രകാളിക്കളത്തിൽ നിന്ന് വിളക്ക് തെളിയിക്കുന്നത് മുതലുള്ള ചടങ്ങുകളുണ്ട്. അപ്പം ഇത് പേരിട്ട് വിളിക്കുന്ന ചടങ്ങുകളുണ്ട്, പേരിടാതെ വിളിക്കുന്ന ചടങ്ങുകളുണ്ട്. അപ്പോൾ ആ ചടങ്ങുകളൊന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പിന്നെ കലകളുടെ വേഷവിധാനങ്ങൾ അല്ലെങ്കിൽ ഓരോ ക്യാരക്ടറിനും കൊടുക്കുന്ന വേഷങ്ങളുണ്ട്. ഇപ്പം കഥകളിയിൽ നമ്മൾ പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറയുന്നത് പോലെ ഓരോ കലകളിലും എന്ത് ചെയ്യുന്നുണ്ട്, ആ കലകളിൽ അവതരിപ്പിക്കുന്ന ആളുകൾക്ക് ഓരോ വേഷങ്ങൾ കൊടുക്കുന്നുണ്ടാവും അല്ലെ. ഇപ്പൊ കൂത്തിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടിയാട്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് വിദൂഷകൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. ചവിട്ട് നാടകത്തിലാണെന്നുണ്ടെങ്കിൽ കട്ടയക്കാരൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ട്. അപ്പൊ ആ എന്തൊക്കെയാണ് അതിനകത്ത് ആളുകളുടെ വേഷവിധാനം അല്ലെങ്കിൽ ആ എന്ത് വേഷമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ കലകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള സ്ഥാപനങ്ങൾ. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കേരള സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, ലളിതകല അക്കാദമി, ഫോക്ലോർ അക്കാദമി. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോൾ മാർഗി എന്ന് പറയുന്ന സ്ഥാപനം, അല്ലെങ്കിൽ നാടകവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ KPSC എന്ന് പറയുന്നു. ഇവിടെ കലകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഫൈൻ ആർട്സ് കോളേജുകളുണ്ട് അല്ലേ. ഇവിടെ കൾച്ചറൽ സെന്ററുകളുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ, ഭാരത് ഭവൻ. അപ്പം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം KS പോലുള്ള എക്സാമുകൾക്ക് അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ കുറിച്ചിട്ടും അവർ നൽകുന്ന സംഭാവനകളെ കുറിച്ചിട്ടും എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും ഒക്കെ എന്താണ് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. ഇപ്പൊ കലാമണ്ഡലം എന്ന് പറയുന്നൊരു സ്ഥാപനത്തെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ അതിന്റെ ചരിത്രവും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ റീസെന്റ് ആയിട്ട് അവിടെ നടന്നിട്ടുള്ള ഇപ്പോൾ നിള എന്ന് പറയുന്ന മ്യൂസിക് ആൻഡ് ഡാൻസ് ഫെസ്റ്റിവലിനെ കുറിച്ചിട്ട് നിങ്ങൾ ഈ അടുത്ത സമയത്ത് പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി കറണ്ട് അഫെയർ ആയിട്ട് കൂടി അറിഞ്ഞു വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഓരോ കലകളുടെ പിന്നിലും അല്ലെങ്കിൽ അതിന് ഉയർച്ചയ്ക്കും അല്ലെങ്കിൽ അതിനെ ലോകപ്രശസ്തിയിൽ എത്തിക്കാനും വേണ്ടിയിട്ടൊക്കെ പ്രയത്നിച്ചിട്ടുള്ള ധാരാളമായിട്ടുള്ള കലാകാരന്മാരുണ്ട് അല്ലെ. ഇപ്പോൾ കഥകളിയിൽ നോക്കിയാൽ കോട്ടക്കൽ ശിവരാമൻ മാഷ്, അല്ലെങ്കിൽ കലാമണ്ഡലം ഗോപി ആശാൻ അല്ലെ. കഥകളി സംഗീതമാണെന്നുണ്ടെങ്കിൽ കലാമണ്ഡലം ഹൈദരാലി മാഷ്. ഇപ്പോൾ കൂടിയാട്ടം എടുത്തു കഴിഞ്ഞാൽ അമ്മന്നൂർ മാധവ ചാക്യാർ, ചാച്ചു ചാക്യാർ അല്ലെ, അത്തരത്തിലുള്ള ആൾക്കാർ. മോഹിനിയാട്ടം എടുത്തു കഴിഞ്ഞാൽ കലാമണ്ഡലം ക്ഷേമാവതി അമ്മ, കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മ. തുള്ളലെടുത്തു കഴിഞ്ഞാൽ കലാമണ്ഡലം ദേവകി അമ്മ. അപ്പം അങ്ങനെയുള്ള ധാരാളമായിട്ടുള്ള ആളുകളുണ്ട്. അപ്പം ആ വ്യക്തികളുടെ ജീവിതത്തിലും കൂടി ഒന്ന് കടന്നു പോകാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ അടുത്ത സമയത്തായിട്ട് കലാമേഖലകളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ, അവരുടെ ജീവിതം, അവർ നൽകിയിട്ടുള്ള സംഭാവനകളൊക്കെ അറിഞ്ഞു വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഈ അടുത്ത 2022 ചില പ്രധാനപ്പെട്ട മരണങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. മിലേന സാൽവിനി എന്ന് പറയുന്ന കലാകാരി, ഫ്രഞ്ച് വനിതയാണ്. കലാമണ്ഡലത്തിലെ ആദ്യത്തെ വിദേശ വിദ്യാർത്ഥിനികളിൽ ഒരാളാണ്. കൂടിയാട്ടത്തിന് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടുന്ന സമയത്ത് അന്ന് അതിൻ്റെ പിന്നണിയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ധാരാളമായിട്ടുള്ള ആളുകൾ മരണപ്പെടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ റീസെൻ്റ് ആയിട്ട് കലാമേഖലകളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. ഇപ്പോൾ കലകളെ കുറിച്ചിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓർത്തിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന കലകളെ കുറിച്ചിട്ട് മാത്രമല്ല നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ സ്കൾപ്ചറിനെ കുറിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് പഠിക്കാണ്ട് അങ്ങനെ തന്നെ സിലബസ് തന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ ശില്പവിദ്യ എന്ന് പറയുന്നത് ലോകപ്രശസ്തമായിട്ടുള്ള ഒന്നാണ്. പല രീതിയിലുള്ള ശില്പങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. തടിയിൽ ചെയ്യുന്ന ശില്പങ്ങൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ കല്ലിൽ കൊത്തി ഉണ്ടാക്കിയിട്ടുള്ളത് കാണാനായിട്ട് പറ്റും, അല്ലെങ്കിൽ മറ്റ് മെറ്റീരിയൽസിൽ ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ബുദ്ധൻ്റെ ഒക്കെ ആണെങ്കിൽ ശില്പങ്ങൾ ധാരാളമായിട്ടും കുഴിച്ചെടുത്തിട്ടുള്ളൊരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, പല മെറ്റീരിയലുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ശില്പകലയ്ക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചരിത്രം പറയാനുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ശില്പകലയെക്കുറിച്ചിട്ട് അറിഞ്ഞിരിക്കുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കേരളത്തിലെ സംഗീതത്തെക്കുറിച്ചിട്ട് അറിഞ്ഞിരിക്കുക അല്ലേ. ഇന്ത്യൻ സംഗീതത്തെക്കുറിച്ചിട്ട് അറിഞ്ഞിരിക്കുക, കർണാടക സംഗീതത്തെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തെക്കുറിച്ചിട്ട്, സോപാന സംഗീതത്തെക്കുറിച്ചിട്ട്. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കലകളുടെ പിന്നിലുള്ള ചരിത്രം എന്താണ്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതിൽ പ്രശസ്തരായിട്ടുള്ള ആളുകൾ,
അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ, അല്ലെ? പറയാൻ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓരോ കലകളിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യ പേപ്പറുകളൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനകത്തൊക്കെ ഇപ്പോൾ പടയണിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ തപ്പ്, ചെണ്ടയൊക്കെ പറയാറുണ്ട്. കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മിഴാവ് പറയാറുണ്ട്. സോപാന സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇടയ്ക്ക പറയാറുണ്ട്. എന്ന് പറയുന്നത് പോലെ ഓരോ കലകളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വാദ്യോപകരണങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഈ പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന കലകളുടെ കൂടെ തന്നെ സംഗീതത്തെക്കുറിച്ചിട്ട് പഠിക്കുവാനും ചിത്രകലകളെ കുറിച്ചിട്ട് പഠിക്കുവാനും വ്യത്യസ്ത രീതിയിലുള്ള ചിത്രകലകളുണ്ട്, അല്ലേ? ഇപ്പോൾ മ്യൂറൽ പെയിൻറ്റിങ് അല്ലെങ്കിൽ മറ്റ് സങ്കേതങ്ങളുണ്ട്. അപ്പോൾ അവയെ അറിഞ്ഞിരിക്കണം. ശില്പകലയാണെങ്കിൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പല മെറ്റീരിയലുകളിൽ ചെയ്യുന്ന ശില്പങ്ങളുണ്ട്, അതിനെക്കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. സംഗീതമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോപാന സംഗീതത്തെക്കുറിച്ചിട്ടും കർണാടക സംഗീതത്തെക്കുറിച്ചിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ അത്തരത്തിൽ മാജിക് ഒരു കലയാണ്, സർക്കസ് ഒരു കലയാണ്. അപ്പം അങ്ങനെ കലകളുടെ സർവ്വമേഖലകളിലുമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞു വെക്കാനായിട്ടുള്ള ഒരു ശ്രമം എന്ത് ചെയ്യണം, നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ ആ ഒരു ഭാഗം പഠിച്ചു തീർത്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കുറച്ചെങ്കിലും പഠിച്ചു തീർത്തു എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ കുറച്ച് കലകളെക്കുറിച്ചിട്ട് മാത്രം അതിൻ്റെ പേരും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോകുന്ന സമയത്ത് അതിനപ്പുറത്തേക്കുള്ള ചോദ്യം വരുന്ന സമയത്ത് നമുക്ക് എഴുതാൻ പറ്റാതെയായി പോകും. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്, ഒരു തെയ്യത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ തന്നിട്ട് ഇത് ഏത് തെയ്യമാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരുന്ന സമയത്ത് കണ്ണൂരുള്ള ആളുകൾക്ക് മാത്രമല്ല ആൻസർ എഴുതാൻ പറ്റേണ്ടത്, അല്ലേ? നമുക്കൂടി അറിയാൻ പറ്റണം. അപ്പം അങ്ങനെ അറിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ കണ്ണൂർ നടക്കുന്ന തെയ്യങ്ങളെ കുറിച്ചിട്ട് ഏകദേശം 400 മുകളിലെങ്കിലും തെയ്യം ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാലും എടുത്തു പറയുന്നതായിട്ടുള്ള ചില തെയ്യങ്ങളെ കുറിച്ചിട്ട് അവിടെ നമ്മൾ പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആൻസറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പം അതുകൂടി കൊണ്ടാണ് ഇത്രയും വൈഡായിട്ടുള്ള ഒരു പഠനം ഈ ഒരു ഭാഗത്ത് നിന്ന് ആവശ്യമാണ് എന്ന് പറയാനായിട്ടുള്ള കാരണം. ഇപ്പോൾ കഴിഞ്ഞ KS-ന്റെ പ്രിലിമിനറി എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന പെയിൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യം. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇല്ല എന്നുണ്ടെങ്കിൽ നോക്കുക. അതുപോലെ തന്നെ മെയിൻസിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്, മ്യൂറൽ പെയിൻറ്റിങ്ങുകളെ കുറിച്ചിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കഴിഞ്ഞ KS പരീക്ഷയ്ക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഭാഗമാണ്. കേരളത്തിൻ്റെ വാസ്തുവിദ്യ എന്ന് പറയുന്നത് ലോകപ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ആർക്കിടെക്ചറിനെ കുറിച്ചിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് കേരളത്തിലെ ടെമ്പിൾ ആർക്കിടെക്ചറിനെ കുറിച്ചിട്ട് അറിഞ്ഞു വെക്കുക, 2 ചർച്ച് ആർക്കിടെക്ചർ, 3 മോസ്ക് ആർക്കിടെക്ചർ. ഇതിൻ്റെ പിന്നിലുള്ള വലിയൊരു ചരിത്രം നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ അത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 4 റെസിഡൻസുകൾ, കേരളത്തിലെ വീടുകളുടെ ആർക്കിടെക്ചർ സ്റ്റൈലുകൾ, അതെങ്ങനെയാണ് കേരളത്തിൻ്റെ ജോഗ്രഫിക്കൽ കണ്ടീഷൻസുമായിട്ട് ഒത്തുപോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ടെമ്പിൾ ആർക്കിടെക്ചർ നോക്കുന്ന സമയത്ത്, ഇപ്പോൾ നിങ്ങൾ ഇന്ത്യൻ ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ നോർത്തിൽ നഗര എന്ന് പറയുന്ന ആർക്കിടെക്ചർ സ്റ്റൈലിനെ കുറിച്ചിട്ടും വേസര എന്ന് പറയുന്ന ആർക്കിടെക്ചർ സ്റ്റൈലിനെ കുറിച്ചിട്ടും പഠിക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് കേരളത്തിലെ ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ചർച്ച് ആർക്കിടെക്ചറിനെ കുറിച്ചിട്ട് പഠിക്കുന്ന സമയത്ത് പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം എങ്ങനെയാണ് ചർച്ച് ആർക്കിടെക്ചറിൽ മാറ്റം ഉണ്ടായിട്ടുള്ളത് എന്നറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ നായർ തറവാടുകൾ പോലെയുള്ള രീതിയിലുണ്ടായിരുന്ന മോസ്കുകൾ പിന്നീട് മുഗൾ ആർക്കിടെക്ചറിൻ്റെ ഇൻഫ്ലുവൻസും അല്ലെങ്കിൽ പേർഷ്യൻ ആർക്കിടെക്ചറിൻ്റെ ഇൻഫ്ലുവൻസും ഒക്കെ എങ്ങനെയാണ് നമ്മൾ മിനാരങ്ങൾ, ഗോപുരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെ? ഇപ്പോഴത്തെ ഇസ്ലാമത്തെ പള്ളികളിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് കാണാനായിട്ട് വരും. അപ്പോൾ അത്തരത്തിൽ എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആർക്കിടെക്ചർ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഭവനങ്ങളുടെ ആർക്കിടെക്ചർ, അതുപോലെ തന്നെ പള്ളി, ക്ഷേത്രങ്ങൾ, ഇങ്ങനെയുള്ള ആർക്കിടെക്ചറുകൾ, അതുപോലെ തന്നെ കേരളത്തിൻ്റെ എന്താ പറയുക, കേരളത്തിൻ്റെ പഴയകാല ആർക്കിടെക്ചർ സ്റ്റൈലുകളുണ്ട്. ഇപ്പോൾ ഒരു തിരുവിതാംകൂർ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കൊട്ടാരങ്ങൾ, ഇവിടുത്തെ ഫോർട്ടുകൾ, അല്ലെ, കോട്ടകളും കൊട്ടാരങ്ങളും ഒക്കെ അതിൻ്റെ ആർക്കിടെക്ചർ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യുണീക്കാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പഠനം കൂടി എന്ത് ചെയ്യണം, ആർക്കിടെക്ചറിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ആ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കേരളത്തിൻ്റെ ആർക്കിടെക്ചർ സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ തവണത്തെ പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അതിനകത്ത് ടെമ്പിൾ ആർക്കിടെക്ചറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, അല്ലേ? ടെമ്പിൾ ആർക്കിടെക്ചറിനെ കുറിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. മറ്റൊരു ചോദ്യം, 2-3 ചോദ്യങ്ങൾ മെയിൻസിന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഒന്നെന്താണ്, കേരളത്തിലെ റോക്കറ്റ് ടെമ്പിളുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദ്രവീഡിയൻ
ടെമ്പിൾ ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ എത്തരത്തിലാണ് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. 5 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ഒക്കെ ചോദ്യങ്ങളായിട്ട് കഴിഞ്ഞ KS മെയിൻസിന് ഡിസ്ക്രിപ്റ്റീവായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്ത് ചെയ്യണം, വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഈ ഒരു ഭാഗം കൂടി ആ ഒരു രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് സൊസൈറ്റി എന്നുള്ളൊരു ഭാഗമാണ്. കേരളത്തിൻ്റെ എന്താ പറയുക സവിശേഷതകൾ, അല്ലെങ്കിൽ നമ്മൾ ഇത്ര കാലമായിട്ട് ജീവിച്ചു വന്നുകൊണ്ടിരുന്ന ശൈലികൾ, നമ്മുടെ ഭാഷകൾ, നമ്മുടെ സംസ്കാരം, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തികൾ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സമൂഹം, അല്ലെ, ധാരാളമായിട്ടുള്ള മാറ്റങ്ങളിലൂടെയാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് സമൂഹം എത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് മതങ്ങളുടെ സ്വാധീനം നമുക്ക് കാണാനായിട്ട് പറ്റും, അല്ലെ. ഇവിടെ ബുദ്ധമതത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു, ജൈനമതത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു, അല്ലെ. പിന്നീട് വരുന്ന വിദേശ മതങ്ങളായിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇസ്ലാം മതത്തിൻ്റെ ഉണ്ട്, അതിനുശേഷം ആര്യൻസ് കടന്നു വരുന്നുണ്ട്. അപ്പോഴെല്ലാം ഈ സമൂഹത്തിനുണ്ടാകുന്ന ധാരാളമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഭാഷയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, നമ്മുടെ ലിറ്ററേച്ചറിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, നമ്മുടെ പൊളിറ്റിക്സിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷേത്ര കലകളിൽ വരുന്ന മാറ്റങ്ങൾ, അല്ലെ, അല്ലെങ്കിൽ സൊസൈറ്റി ആളുകളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, റിലീജിയനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മതങ്ങൾ മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ എന്താണ് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഈ വിദേശത്ത് നിന്ന് വന്നിട്ടുള്ള മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ലോക്കൽ റൂളേഴ്സ് ശാസനങ്ങളൊക്കെ പുറപ്പെടുവിക്കുമായിരുന്നു, അല്ലേ. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജൂതശാസനം എന്ന് കേട്ടിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ശാസനങ്ങളെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ പറയുന്ന ഏത് രീതിയിലാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് കേരളത്തിലുള്ള മനുഷ്യന്മാർ അല്ലെങ്കിൽ ഈ പറയുന്ന സമൂഹം വന്നു ചേർന്നിട്ടുള്ളത്, അതിൻ്റെ നല്ലതും മോശവും എല്ലാ വിധത്തിലുമുള്ള ഒരു പഠനം എന്ത് ചെയ്യണം, അതിനകത്ത് ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശാസനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ പ്രിലിമിനറി എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. ഇതിനകത്ത് കണ്ടോ, മാമ്പള്ളി ശാസനത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, ജൂത ശാസനത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, അപ്പോൾ പാർത്ഥിവപുരം ശാസനത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അന്ന് ഈ ശാസനങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ ലോക്കൽ റൂളേഴ്സ്, ഇപ്പോൾ ഈ വന്നു ചേർന്നിട്ടുള്ള ആളുകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അധികാരങ്ങൾ കൊടുക്കുന്നതോ, അല്ലെങ്കിൽ കച്ചവടം ചെയ്യാൻ പണം കൊടുക്കുന്നതോ, അല്ലെങ്കിൽ അവരുടെ ഔദ്യോഗിക മുദ്രകൾ ചില അവകാശങ്ങൾ കൊടുക്കുന്നതോ, അല്ലെന്നുണ്ടെങ്കിൽ ആരാധനാലയങ്ങൾ പണിയാൻ വേണ്ടിയിട്ട് സ്ഥലം കൊടുക്കുന്നോ, അത്തരത്തിലൊക്കെ ഉള്ളതായിരിക്കാം. അപ്പം അതിനെക്കുറിച്ചിട്ട് എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ആ നാട്ടിലുണ്ടായിരുന്ന റൂളേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നിലനിന്നിരുന്ന ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പഠനം ആവശ്യമായിട്ട് ഉണ്ട്. ഇത് കണ്ടോ, കേരളത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന ചില ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ടു, അല്ലെങ്കിൽ ഇവിടെ നിന്നിരുന്ന ചില എന്താ പറയുക സാമൂഹിക സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങളാണ്. ഇപ്പോൾ മണ്ണാപ്പേടി, പുലപ്പേടി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ. അത്തരത്തിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ കേരളത്തിലുണ്ടായിട്ടുള്ള ലഹളകൾ, സമരങ്ങൾ, അല്ലെ. മനുഷ്യൻ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഒരുപാട് ഫൈറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പോരാടിയിട്ടൊക്കെയാണ് നമ്മൾ പല കാര്യങ്ങളിൽ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, നേടിയെടുത്തിട്ടുള്ളത്. അത് സമൂഹത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി അറിയുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു ഭാഗം പഠിച്ചു തീർക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നടന്നിട്ടുള്ള മറ്റു ചില ചടങ്ങുകൾ, ഇപ്പോൾ രേവതി പട്ടത്താനത്തെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നിങ്ങളിവിടെ കാണുന്നത്. രേവതി പട്ടത്താനം കേരളത്തിൽ പണ്ട് നടന്നുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ചടങ്ങുകളിലൊന്നാണ്, സാമൂതിരിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്ന ചടങ്ങുകളിലൊന്നാണ് രേവതി പട്ടത്താനം എന്ന് പറയുന്നത്. അപ്പോൾ രേവതി പട്ടത്താനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് കഴിഞ്ഞ തവണ വന്നിട്ടുണ്ടായ, കഴിഞ്ഞ പ്രിലിംസിന് വന്നിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ആ ചടങ്ങ് മാത്രം അറിഞ്ഞാൽ പോരാ, എന്തൊക്കെയാണ് ആ ചടങ്ങിൽ ചെയ്യുന്നത്, അപ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ള ചരിത്രം, ആരൊക്കെയാണത് ഹെഡ് ചെയ്യുന്നത്, അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് മൊത്തത്തിലുള്ളൊരു പഠനം മാത്രമാകുന്ന സമയത്തേ ഉള്ളൂ നമുക്കിത് ഈ ചോദ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ തരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ നടന്നിട്ടുള്ള ചടങ്ങുകൾ, ഇപ്പോൾ മാമാങ്കം, രേവതി പട്ടത്താനം, ഇങ്ങനെയുള്ള ചടങ്ങുകളെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞു വെക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സമൂഹത്തിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് ആവുന്നത്, അല്ലെ. അതിന് ഈ മിഷണറിമാരുടെ സ്വാധീനം ഭയങ്കര പ്രകടമാണ്. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ AD 52 സെയിന്റ് തോമസ് വന്ന് ആളുകളെ ക്രിസ്ത്യാനിറ്റികളാക്കുന്നതും അല്ലെങ്കിൽ ക്രിസ്തുമതത്തിലേക്ക് ആക്കുന്നതും, അതിനുശേഷം പിന്നീട് ബ്രിട്ടീഷ് മിഷണറിമാർ വരികയും അവരുടെ സംഭാവനകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്, അല്ലെ. ഇപ്പോൾ CMS, LMS, BM മിഷണറിമാരെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട്.
അപ്പോൾ അത്തരത്തിൽ മിഷണറിമാരുകൾ അവരുടെ സംഭാവനകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ KNSന്റെ മെയിൻസിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ CMS കോളേജിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബെഞ്ചമിൻ ബെയ്ലിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഹെർമൻ ഗുണ്ടർട്ടിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ അവരുടെ സംഭാവനകൾ കൂടി നോക്കുന്ന സമയത്ത് മാത്രമാണ് ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരെന്തൊക്കെ സംഭാവനകളാണ് സമൂഹത്തിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ഒരു സോഷ്യൽ ചേഞ്ചുകളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നറിഞ്ഞില്ലെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്ത നമ്മുടെ ഭാഗം എന്ന് പറയുന്നത് ട്രൈബൽ കൾച്ചർ, ഫോക്ക് കൾച്ചർ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളാണ്. ട്രൈബൽ കൾച്ചർ, ഫോക്ക് കൾച്ചർ. അപ്പോൾ കേരളത്തിലെ ആദിവാസി സംസ്കാരങ്ങളെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളിലൊന്നാണ്. അപ്പോൾ വെറുതെ കുറച്ച് ആദിവാസി സമൂഹങ്ങളുടെ പേര് പഠിച്ചു വെക്കുകയോ അല്ലെങ്കിൽ അവരെ കുറിച്ചിട്ട് വളരെ ചുരുക്കം കാര്യങ്ങൾ അറിഞ്ഞു വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മാത്രം ആ ഒരു പഠനം പൂർത്തിയാവില്ല. അതിനപ്പുറത്തേക്ക് ഒരു ട്രൈബൽ കൾച്ചറിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആദ്യം നിങ്ങളുടെ മനസ്സിലെത്തേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ ട്രൈബൽ സെറ്റിൽമെൻറ്റുകളാണ്. ഇപ്പോൾ ഒരുപാട് ട്രൈബൽ സെറ്റിൽമെൻറ്റുകളെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? മലബാർ ഭാഗങ്ങളിലുള്ള ട്രൈബൽ സെറ്റിൽമെൻറ്റുകളുണ്ട്, വയനാട് ഭാഗങ്ങളിലുള്ള ട്രൈബൽ സെറ്റിൽമെൻറ്റുകളുണ്ട്, ഇടുക്കിയിലെ സെറ്റിൽമെൻറ്റുകളുണ്ട്, ഇടുക്കി, റാന്നി തുടങ്ങിയിട്ടുള്ള സെറ്റിൽമെൻറ്റുകളുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിൽ കാണി ട്രൈബൽ സെറ്റിൽമെൻറ്റുകളുണ്ട്. അപ്പോൾ ഇടുക്കിയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മലമ്പണ്ടാരം അല്ലെ, മണ്ണാൻ സമുദായത്തിലുള്ള ട്രൈബൽ സെറ്റിൽമെൻറ്റുകൾ, വയനാട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് അടിയ പോലെയുള്ള കമ്മ്യൂണിറ്റികൾ, മലപ്പുറത്താണെന്നുണ്ടെങ്കിൽ ചോലനായ്ക്കൻ കമ്മ്യൂണിറ്റികൾ, അങ്ങനെ ഓരോ കമ്മ്യൂണിറ്റികളും ഏത് മേഖലകളിലാണ് അവരുടെ സെറ്റിൽമെൻറ്റുകൾ എന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രൈബൽ സെറ്റിൽമെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിത രീതിയെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. കാരണം വ്യത്യസ്തമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതികളിലൂടെ ജീവിക്കുന്ന ആളുകളായിരിക്കും. അത് ഭക്ഷണ രീതിയാവാം, കൃഷി രീതിയാവാം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന ചടങ്ങുകളാവാം, ഇപ്പോൾ ഒരു കല്യാണം അല്ലെന്നുണ്ടെങ്കിൽ മരണം അല്ലേ. അപ്പോൾ ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ഓരോ സെറ്റിൽമെൻറ്റുകളിലും ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരത്തിൽ അവരുടെ മാത്രമായിട്ടുള്ള പ്രത്യേകതകൾ ഭക്ഷണ കാര്യങ്ങളിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന അവിടെ നടക്കുന്ന വിശേഷ ദിവസങ്ങളിൽ എങ്ങനെയാണ്, ഒരു മരണത്തിൽ എങ്ങനെയാണ് ഓരോ ട്രൈബുകളും പങ്കെടുക്കുന്നത്, അല്ലെ അവിടെ നടക്കുന്ന ചടങ്ങുകൾ എങ്ങനെ, വേഷവിധാനങ്ങൾ, ട്രഡീഷണൽ ആയിട്ടുള്ള വേഷവിധാനങ്ങൾ എങ്ങനെയാണ്. ചില ട്രൈബൽ സെറ്റിൽമെൻറ്റുകൾക്ക് അവരുടേതായിട്ടുള്ള ചില മരുന്നുകൾ അല്ലെ, മെഡിസിനൽ നോളേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എന്തൊക്കെ അറിവുകളാണ് അവർക്കുള്ളത്. അപ്പോൾ അവരുടെ ജീവിത സാഹചര്യം, ജീവിത രീതി എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ചോലനായ്ക്കൻസിനെ കുറിച്ചിട്ട് പഠിക്കുന്ന സമയത്ത് ഇപ്പോഴും പാറക്കെട്ടുകളിൽ വസിക്കുന്ന ഏക ട്രൈബൽ സെറ്റിൽമെൻ്റ് ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രൈബ്സ് നേരിടുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള വെല്ലുവിളികൾ, അല്ലെങ്കിൽ കേരളത്തിലുള്ള ട്രൈബൽ സെറ്റിൽമെൻറ്റുകൾ നേരിടുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ പ്രശ്നം, അല്ലെന്നുണ്ടെങ്കിൽ മെഡിസിൻ്റെ പ്രശ്നം, അല്ലെന്നുണ്ടെങ്കിൽ ഷെൽട്ടറിൻ്റെ പ്രശ്നം അല്ലേ. അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ അവർ അനുഭവിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ TV-യിലൂടെയൊക്കെ ആണെങ്കിൽ അത് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഏതൊക്കെ രീതിയിലുള്ള ഇടപെടലുകളാണ് അവിടെ ഉണ്ടാവേണ്ടത് എന്നുള്ളൊരു കാര്യം. ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യണം, ഇതിൻ്റെ ഭാഗമായിട്ട് അറിഞ്ഞിരിക്കാം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ട്രൈബൽ വിഭാഗത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ധാരാളമായിട്ടുള്ള പ്രൊജക്റ്റുകൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രൊജക്റ്റുകളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കേരള ST ഡെവലപ്മെൻറ്റിൻ്റെ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. കേരള ST ഡെവലപ്മെൻറ്റിൻ്റെ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും അതിനെക്കുറിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ, ഇപ്പോൾ ഏത് പ്രൊജക്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എത്ര പേർക്കാണ് അതിൻ്റെ പ്രയോജനം കിട്ടുന്നത്, നിലവിൽ എത്ര പേർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടിയിട്ടുണ്ട്, എത്രയാണ് ആ പ്രൊജക്റ്റിൻ്റെ അടങ്കൽ തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് അതും ആ സൈറ്റ് നിങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് കാണാനായിട്ട് പറ്റും. ഓരോ മേഖലകളിൽ ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ എഡ്യൂക്കേഷന് കൊടുത്തുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊജക്റ്റുകൾ കിട്ടും. ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊജക്റ്റുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽത്ത് എന്ന് പറയുന്ന ലിങ്കിൽ നോക്കിയാൽ മതിയാവും. ഷെൽട്ടർ ഫെസിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ തരം തിരിച്ച് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ
പ്രൊജക്റ്റുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നോക്കാനായിട്ട് പറ്റും. അപ്പോൾ ST ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സൈറ്റ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേരളത്തിലെ ട്രൈബൽ സെറ്റിൽമെൻറ്റുകളെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാർഗ്ഗങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ST ഡെവലപ്മെൻറ്റിൻ്റെ സൈറ്റ് നോക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് കിർത്താഡ്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, കേരളത്തിലെ ട്രൈബൽ സെറ്റിൽമെൻറ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു നല്ല വിവരണം നിങ്ങൾക്ക് കിട്ടാൻ അത് സഹായിക്കും. കിർത്താഡ്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്കത് ആവശ്യത്തിനുള്ള ഡേറ്റ അതിനകത്ത് തന്നെ ഉണ്ടാവും. മറ്റൊന്ന്, വായിക്കാൻ പറ്റുന്ന കേരളത്തിലെ ആദിവാസി സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വായിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പുസ്തകങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയിട്ടുള്ള കേരളത്തിലെ ആദിവാസി സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ശാന്ത തുളസീധരൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. വളരെ നല്ലൊരു പുസ്തകമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ അതിനകത്തെ സ്ഥിതിവിവരക്കണക്കുകളൊക്കെ കുറച്ച് വ്യത്യസ്തമായിരിക്കും. പക്ഷേങ്കിൽ ഓരോ ട്രൈബിനെ കുറിച്ചിട്ടും അവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ഒരു സ്വഭാവത്തെക്കുറിച്ചിട്ടും സവിശേഷതകളെക്കുറിച്ചിട്ടും ഭക്ഷണ രീതികളെക്കുറിച്ചിട്ടും സാഹചര്യങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ആദിവാസി സംസ്കാരങ്ങൾ എന്ന് പറയുന്ന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുസ്തകം വളരെ മികച്ചൊരു പുസ്തകമായിരിക്കും. നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന പുസ്തകങ്ങളിൽ ഒന്നായിരിക്കും. അപ്പോൾ അതൊന്ന് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ചോദ്യം ഇത്തവണത്തെ KS-ൻ്റെ മെയിൻസിന് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമാണ്. അപ്പോൾ കേരളത്തിലുള്ള എന്താണ് പറയുന്നത് ആദിവാസി സംസ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ മെഡിക്കൽ ലോർ ആൻഡ് മാജിക്കോ റിലീജിയസ് പ്രാക്ടീസസിനെ കുറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചോദ്യം നമുക്ക് എഴുതണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പൊതുവിലുള്ള അറിവിനപ്പുറത്തേക്ക് ഏതൊക്കെ ട്രൈബുകളിലാണ് ഇത്തരത്തിലുള്ള അറിവുകൾ ഉള്ളത് എന്നുകൂടി അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാത്രമേ നമുക്കതൊരു എക്സാമ്പിൾ വെച്ചിട്ട് കോട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെ, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കോട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ചോദ്യം നോക്കുന്ന ആൾക്കാണെന്നുണ്ടെങ്കിലും ഇന്ന ട്രൈബിനെ കുറിച്ചിട്ട് അദ്ദേഹം പഠിച്ചിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണി പോലെയുള്ള ട്രൈബൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമ്പിളുകൾ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വേണം എന്ത് ചെയ്യാൻ, ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമയത്താണ് ആ ട്രൈബൽ സെറ്റിൽമെൻ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ട്രൈബൽ കൾച്ചർ ഫോക്ക് കൾച്ചർ എന്ന് പറയുന്ന ഒരു ഭാഗമൊക്കെ എന്ത് ചെയ്യുന്നത് പൂർത്തിയാകുന്നത്. പിന്നുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് പിൽഗ്രിമേജ് എന്ന് പറയുന്നൊരു ഭാഗമാണ്. പിൽഗ്രിമേജ് എന്ന് പറയുന്നൊരു ഭാഗം. അപ്പോൾ പിൽഗ്രിമേജ് എന്ന് പറയുന്നൊരു ഭാഗം പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നോക്കാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറയുന്നത് കേരളത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കിതിനെ കാണാനായിട്ട് പറ്റും. കേരളത്തിലെ ബുദ്ധ ആരാധനാലയങ്ങൾ, ജൈന ആരാധനാലയങ്ങൾ, പിന്നീട് ഹിന്ദുമത ക്ഷേത്രങ്ങളാക്കപ്പെട്ടിട്ടുള്ളവയെ അല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ പള്ളികൾ, മുസ്ലിം പള്ളികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു ആരാധനാലയത്തെക്കുറിച്ചിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത് വെറുതെ പേര് പഠിച്ച് പോകുക എന്നുള്ളതല്ല. ഓരോ ആരാധനാലയങ്ങളും വ്യത്യസ്തമായ രീതിയിലായിരിക്കും പ്രചാരത്തിലെത്തിയിട്ടുണ്ടാവുന്നത്. ചിലപ്പോൾ അവിടെ നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ചരിത്ര സംഭവം ഉണ്ടാവും. ഇപ്പം ഇളമ്പല്ലൂർ ക്ഷേത്രം എന്ന് പറയുന്നത് കുണ്ടറ വിളംബരം നടന്നുകൊണ്ടായിരിക്കും ഫേമസ് ആയിട്ടുള്ളത്. വൈക്കം ക്ഷേത്രം വൈക്കം സത്യാഗ്രഹം നടന്നുകൊണ്ടാകും, അല്ലേ? അതുപോലെ തന്നെ ആർക്കിടെക്ചറിൽ വ്യത്യസ്തമായിട്ടുള്ള എന്താ പറയുക മത സ്ഥാപനങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ പോർച്ചുഗീസുകാർ വന്ന് പണിതിട്ടുള്ള നമ്മുടെ ഫോർട്ട് കൊച്ചിയിലുള്ള പള്ളി, വാസ്കോഡഗാമയെ അടക്കം ചെയ്ത പള്ളി, ഇപ്പോൾ പോർച്ചുഗീസ് മാതൃകയിലുള്ള പള്ളിയാണ്. കോട്ടയത്തുള്ള താഴത്തങ്ങാടി ജുമാ മസ്ജിദ്, കേരളത്തിലെ ഈ തടികളിൽ തീർത്തിട്ടുള്ള പഴക്കം ചേർന്നിട്ടുള്ള പള്ളികളിൽ 1000 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള പള്ളികളിലൊന്നാണത്. അപ്പോൾ അതിൻ്റെ വാസ്തുവിദ്യ കൊണ്ടിട്ടാവാം ചിലപ്പോൾ അത് പ്രചാരത്തിലുള്ളത്. ചിലപ്പോൾ അവിടെ നടക്കുന്ന ഏതെങ്കിലും കലാരൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാവാം അത് പ്രചാരത്തിലുണ്ട്. ഇപ്പോൾ പത്തനംതിട്ടയിലെ കടമ്മനിട്ട ക്ഷേത്രം പടയണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം എല്ലാ ദിവസവും കഥകളി നടക്കുന്ന ക്ഷേത്രമാണ്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ കണ്ണൂരാണെന്നുണ്ടെങ്കിൽ തെയ്യം അവതരിപ്പിക്കുക, മുത്തപ്പൻ തെയ്യം അവതരിപ്പിക്കുന്ന പറശ്ശിനിക്കടവ് പോലെയുള്ള ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ പള്ളികൾ. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിലായിരിക്കാം ഈ പറയുന്ന ആരാധനാലയങ്ങളൊക്കെ തന്നെ ഉള്ളത്. അപ്പോൾ വെറുതെ ആരാധനാലയങ്ങൾ പഠിച്ചു പോവുക എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഈ ആരാധനാലയങ്ങളൊക്കെ ഏത് രീതിയിലാണ് പ്രചാരത്തിലുള്ളത് എന്നും കൂടി അറിഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഭാഗമാണ് ടൂറിസ്റ്റ് പ്ലേസുകൾ എന്ന് പറയുന്ന ഒരു ഭാഗം. കേരളത്തിലെ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ തന്നെ കേവലം ടൂറിസ്റ്റ്, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ടൂറിസ്റ്റ് സ്ഥലങ്ങളെ കുറിച്ചിട്ട് മാത്രം അറിഞ്ഞു വെക്കാതെ അതിനപ്പുറത്തേക്ക് നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത് കേരളത്തിൻ്റെ ടൂറിസം സാധ്യതകളെ കുറിച്ചിട്ട് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇപ്പം ഒരുപാട് രീതിയിലുള്ള ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന അല്ലെങ്കിൽ പുതിയ പുതിയ ഇനീഷ്യേറ്റീവുകൾ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്, അല്ലേ? ഈ അടുത്ത സമയത്തായിട്ട് നമ്മൾ അഡ്വഞ്ചർ ടൂറിസം അല്ലെങ്കിൽ ക്യാരവാൻ ടൂറിസം, ഈ അടുത്ത സമയത്ത് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, കേരളത്തിലെ CMS കോളേജിൽ ക്യാമ്പസ് ടൂറിസത്തിന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലേ? അങ്ങനെ ടൂറിസത്തിൻ്റെ
അനന്തമായിട്ടുള്ള സാധ്യതകൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കേരളത്തിൻ്റെ ഒരു സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ടൂറിസം ഏത് രീതിയിലാണ് കേരളത്തിൻ്റെ ഭാഗമാവുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ടൂറിസം സാധ്യതകളാണ് കേരളത്തിൽ ഉള്ളത് എന്നുള്ളൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മറ്റൊന്ന്, ഈ ടൂറിസ്റ്റ് പ്ലേസുകളിൽ നടക്കുന്നതായിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസുകളെ ഏതൊക്കെ രീതിയിലാണ് സംരക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അറിഞ്ഞു വെക്കേണ്ടത് വളരെ അത്യാവശ്യം. ഒരു മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അറിഞ്ഞു വെക്കുക. അതുപോലെ തന്നെ നമ്മൾ വെറുതെ സ്ഥലങ്ങൾ മാത്രം പഠിച്ചു പോകാതെ, ഇപ്പോൾ ഒരു മെയിൻസിന് ഒരു ചോദ്യം വരികയാണ്, നിങ്ങളൊരു ടൂറിസ്റ്റ് ഗൈഡാണ്, ഒരു വിദേശത്ത് നിന്ന് വന്നിട്ടുള്ള ഒരാൾ ഇന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഈ കേരളത്തിലുള്ള ഹിന്ദു ക്ഷേത്രങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന ജില്ലയിലുള്ള ക്ഷേത്രങ്ങളെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നിങ്ങൾ അയാളെ ഗൈഡ് ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ ഒരു ജില്ലയിൽ ഏതൊക്കെ ആരാധനാലയങ്ങളുണ്ട് എന്ന് അറിഞ്ഞിരിക്കണം, അല്ലേ? അല്ലെങ്കിൽ ഇയാളൊരു എന്താണ് പറയുന്നത്, ഒരു ഹിസ്റ്റോറിയനാണ്, വന്നിട്ടുള്ളൊരു ഹിസ്റ്റോറിയനാണ്. ഇയാളെ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് ഇന്ന ജില്ലയിൽ ഗൈഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തം നിങ്ങൾക്ക് എങ്ങനെ ഇതൊരു ഒരു ഒരു റൂട്ടാക്കിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇതിനെ ഒരു പ്രൊജക്റ്റായിട്ട് നിങ്ങൾക്ക് സമീപിക്കാനായിട്ട് പറ്റും. അങ്ങനൊക്കെ ഒരു ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ ഈ വെറുതെ സ്ഥലങ്ങൾ മാത്രം പഠിച്ചു പോകാതെ ഇന്ന സ്ഥലങ്ങളെ തമ്മിൽ ഇടുക്കി ജില്ലയിൽ എത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏത് രീതിയിലായിരിക്കണം ആ ഒരു സർക്യൂട്ടിൽ കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും അയാളെ സ്ഥലങ്ങൾ കാണിക്കേണ്ടത്, എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകതകൾ എന്നൊക്കെ അറിഞ്ഞു വെച്ചാൽ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ടൂറിസ്റ്റ് പ്ലേസുകൾ എന്ന് മാത്രമേ സിലബസിൽ കൊടുത്തിട്ടുള്ളെങ്കിലും അതിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കരുത്. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യണം, അതിനപ്പുറത്തേക്ക് വളരെ കൃത്യമായിട്ട് ടൂറിസം സാധ്യതകളെ കുറിച്ചിട്ടും ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന സ്ഥലങ്ങളെ കുറിച്ചിട്ടും അവിടെ ടൂറിസത്തെ സംരക്ഷിക്കേണ്ടതിൻ്റെതായിട്ടുള്ള ആവശ്യകതകളെ കുറിച്ചിട്ടും, അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തൊക്കെ ടൂറിസം മേഖലകളാണുള്ളത്, ആ മേഖലകളെ എങ്ങനെ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു പഠനം എന്താണ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സിനിമ, നാടകം എന്ന് പറയുന്ന ഭാഗമാണ്. സിനിമ നമുക്കറിയാം, ഇതും ഈ ഡിഗ്രി ലെവലിൻ്റെ ഒക്കെ സിലബസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. മലയാള സിനിമയുടെ ഉത്ഭവം, അതിനുശേഷം അതിൻ്റെ വളർച്ച, അത് പിന്നിട്ടിട്ടുള്ള നാഴികക്കല്ലുകൾ, മലയാള സിനിമയ്ക്ക് പ്രധാന സംഭാവനകൾ നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു പഠനം പൂർത്തിയാകും, അല്ലേ? ആ സിനിമകളെ കുറിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷമൊക്കെ മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകൾ എന്നൊക്കെ പറയുന്നത് 145, 150 സിനിമകളൊക്കെയാണ്. അപ്പം അത്രയും സിനിമകളെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതല്ല, ഓരോ ഡെക്കേഡിലും, കാരണം 1928 വിഗതകുമാരൻ മുതലാണ് മലയാള സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം മുതൽ ഓരോ ഡെക്കേഡിലെ പ്രധാനപ്പെട്ടുള്ള സിനിമകൾ, 30, 40 കാലഘട്ടത്തിലെ സിനിമകൾ, 40, 50 കാലഘട്ടത്തിലെ സിനിമകൾ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ, 60കളുടെ സിനിമകൾ, 70കളുടെ സിനിമകൾ, അങ്ങനെ ഓരോ ഡെക്കേഡിലെ പ്രധാനപ്പെട്ടുള്ള സിനിമകൾ നിങ്ങളൊന്ന് പഠിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ, ആ സിനിമയ്ക്ക് നേടിയിട്ടുള്ള പ്രത്യേകതകൾ, പിന്നെ ഓരോ കാലഘട്ടത്തിലും സിനിമ രേഖപ്പെടുത്തുന്നത് പല രീതിയിലായിരിക്കും. ഇപ്പം 30കൾ, 40കൾ അല്ലെങ്കിൽ 50കൾ വരെയുള്ള ഒരു സിനിമകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ചെന്നൈ ബേസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഷൂട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്ത് വരുന്ന സിനിമകളാണ്. 60കളുടെ പ്രത്യേകത എന്താണ്? 60കളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലയാളം ലിറ്ററേച്ചർ വർക്കുകൾ സിനിമയാക്കിയിട്ടുള്ള ഒരു കാലഘട്ടമാണ് 60കൾ എന്ന് പറയുന്നത്. ചെമ്മീൻ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഈ അടുത്ത സമയത്ത് ഇറങ്ങിയ നീലവെളിച്ചത്തെ ബേസ് ചെയ്തെടുത്തിട്ടുള്ള ഭാർഗവി നിലയം പോലെ, ഓടയിൽ നിന്ന് പോലെയുള്ള സിനിമകളൊക്കെ ധാരാളമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പം 60കളുടെ കാലഘട്ടം രേഖപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലിറ്ററേച്ചർ വർക്കുകൾ സിനിമയാക്കിയിട്ടുള്ള കാലഘട്ടം എന്നുള്ള രീതിയിലാണ്. 70കൾ അടയാളപ്പെടുത്തുന്നതെന്ന് പറയുന്നത് മലയാളത്തിൽ കൊമേഴ്ഷ്യൽ സിനിമകളുടെ ആരംഭം ഉണ്ടാവുന്ന ഒരു കാലഘട്ടം എന്നുള്ള നിലയ്ക്കാണ്. 80കൾ രേഖപ്പെടുത്തുന്നത് മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത്തരത്തിൽ സിനിമകളെ കാണാനും, അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ ഉണ്ടാകുവാനും, അത്തരത്തിൽ പഠനം ഉണ്ടാകുവാനും ശ്രദ്ധിക്കുന്നത് വളരെ അത്യാവശ്യമായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മലയാള സിനിമയുടെ ഉത്ഭവം എത്തരത്തിലായിരുന്നു, അത് വളർന്നു വന്ന രീതി, അല്ലെ? 1928 വിഗതകുമാരൻ ഇറങ്ങുന്ന സമയത്ത് അതിന് ശബ്ദം ഉണ്ടാവുന്നില്ല. 38 എത്തുന്ന സമയത്ത്, 1938 ബാലൻ ഇറങ്ങുന്ന സമയത്ത് മലയാള സിനിമ ശബ്ദിച്ചു തുടങ്ങുന്നുണ്ട്. 60കൾ എത്തുന്ന സമയത്ത് കണ്ടം വെച്ച കോട്ടിലൂടെ മലയാള സിനിമ കളറാവുന്നുണ്ട്. പിന്നെ അങ്ങനെ ധാരാളമായിട്ടുള്ള മാറ്റങ്ങൾ മലയാള സിനിമയിൽ വരുന്നുണ്ട്, അല്ലെ? നമ്മളിപ്പോൾ 2020 നിൽക്കുന്ന സമയത്ത് OTT പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് സിനിമകൾ വരുന്ന സമയത്ത് നമ്മുടെ ആസ്വാദനത്തിൻ്റെ തലങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് വേണ്ടിയിട്ട് മലയാള സിനിമ വ്യവസായത്തിൽ നൽകിയിട്ടുള്ള സംഭാവനകളൊക്കെ എന്ത് ചെയ്യുക,
ഒന്ന് നോക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. മലയാള സിനിമാ മേഖലയിലെ വ്യക്തികളെ കുറിച്ചിട്ടും പ്രത്യേകിച്ച് നാഷണൽ അവാർഡ് പോലെയുള്ള അവാർഡുകൾ, ഇപ്പോൾ പ്രത്യേകിച്ച് ധാരാളമായിട്ടുള്ള സിനിമകൾ മലയാളത്തിൽ നിന്ന് ഇന്റർനാഷണൽ വേദികളിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്, ധാരാളമായിട്ടുള്ള ഇന്റർനാഷണൽ അവാർഡുകൾ നേടിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളെ കുറിച്ചിട്ടൊക്കെ അറിയാനായിട്ട് അത് ഭയങ്കരമായിട്ടും ശ്രദ്ധിക്കും. സോ ഇതിനായിട്ട് സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങൾ നിങ്ങൾക്ക് വായിക്കാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ല റെഫറൻസ് പറയാൻ പറ്റുന്നത് ഈ SPCS പുറത്തിറക്കിയിട്ടുള്ള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പുറത്തിറക്കിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. സുവർണരേഖ എന്നാണ് അതിൻ്റെ പേര്, സുവർണരേഖ. അപ്പോൾ മലയാള സിനിമയുടെ 100 വർഷങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 100 സിനിമകളെ കുറിച്ചിട്ട് അതിനകത്ത് മലയാളത്തിൽ എക്കാലത്തും കണ്ടിരിക്കേണ്ടതായിട്ടുള്ള 100 സിനിമകളെ കുറിച്ചിട്ട് ആ പുസ്തകത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതൊരു നല്ല റെഫറൻസ് ആണ്. നിങ്ങൾക്ക് വെറുതെ ആണെങ്കിൽ പോലും ഇപ്പം പഠനത്തിൻ്റെ ഭാഗമായിട്ടല്ലെങ്കിൽ പോലും ആ സിനിമകളെ കുറിച്ചിട്ടൊന്ന് വായിക്കാൻ, സിനിമയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതൊന്ന് വായിക്കാനൊക്കെ എന്ത് ചെയ്യും, അത് ഭയങ്കരമായിട്ട് ഉപകരിക്കും. സുവർണരേഖ എന്ന് പറയുന്ന പുസ്തകം. അതുപോലെ തന്നെയാണ് നാടകങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. കാരണം നാടകം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന നാടകത്തിൻ്റെ രീതിയിലേക്കൊക്കെ നാടകങ്ങൾ വരുന്നത് ഈ അടുത്ത കാലം മുതലാണ്. അതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സംസ്കൃത നാടകങ്ങൾ അല്ലെങ്കിൽ തമിഴ് നാടകങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ നാടകങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് ഇന്ന് കാണുന്ന നാടകത്തിൻ്റെ ശൈലികളിലേക്ക് നാടകം വന്നിട്ടുള്ളത്, എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൻ്റെ അവതരണത്തിൽ വന്നിട്ടുള്ളത്, സംഗീതത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ അവതരണത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ നാടകങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നാടകങ്ങളുടെ ഒരു ചരിത്രം അറിയേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന സംസ്കൃത നാടകങ്ങൾ, അതുപോലെ തന്നെ തമിഴ് നാടകങ്ങളും എത്തരത്തിലായിരുന്നു, അതിൻ്റെ അവതരണ ശൈലി എങ്ങനെയായിരുന്നു, പാട്ടുകൾക്ക് പ്രാധാന്യമുള്ളത് അല്ലെങ്കിൽ അഭിനയത്തിന് പ്രാധാന്യമുള്ളത്, അല്ല എത്ര സമയം കൊണ്ടാണ് ഇത് തീർത്തുകൊണ്ടിരുന്നത്. പിന്നീട് മലയാള നാടകങ്ങൾ വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ തമിഴ് നാടകങ്ങളിൽ നിന്ന് അതിനെ സ്വാധീനിച്ചിട്ടുള്ളത്. പിന്നീട് KPSC പോലെയുള്ള സംഘടനകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ധാരാളമായിട്ടുള്ള നാടകകർത്താക്കൾ വരുന്നു, പുതിയ പുതിയ നാടകങ്ങൾ മലയാളത്തിൽ ഉണ്ടാകുന്നു. ആ നാടകങ്ങളൊക്കെ തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ധാരാളമായിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ അവരുടെ നാടകത്തിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇപ്പോൾ പാട്ടബാക്കി പോലെയുള്ള നാടകങ്ങൾ, നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി പോലെയുള്ള നാടകങ്ങൾ, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് പോലെയുള്ള നാടകങ്ങളൊക്കെ എത്തരത്തിലാണ് നമ്മുടെ സാമൂഹികമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള മേഖലകളെ സ്വാധീനിച്ചിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി നാടകം പഠിക്കുന്ന സമയത്ത് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അവസാനത്തെ നമ്മുടെ ഭാഗമെന്ന് പറയുന്നത് മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ ഓഫ് മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ളതാണ്. അപ്പം മലയാള ഭാഷയുടെ തുടക്കം അല്ലെങ്കിൽ മലയാള ഭാഷയുടെ ആരംഭം, പിന്നീട് ഭാഷയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അത് കൈകാര്യം ചെയ്യുന്ന രീതികൾ, സാഹിത്യ രചനകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പദങ്ങൾ, മലയാളത്തിലേക്ക് വന്നിട്ടുള്ള പദങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മലയാളത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ചോദ്യങ്ങൾ കഴിഞ്ഞ KS-ന്റെ പരീക്ഷയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്ക്രീനിൽ നമ്മൾ കാണുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ പല വാക്കുകൾ വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളിൽ നിന്ന് എത്തിയിട്ടുള്ള വാക്കുകളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ രചനകളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. മിഷണറിമാരുടെ പുസ്തകങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആ രീതിയിൽ വളരെ വിപുലമായിട്ടുള്ളൊരു ഭാഗമാണ് മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞത്. ലിറ്ററേച്ചറിൻ്റെ ചോദ്യങ്ങൾ ചെറിയ ചെറിയ ചോദ്യങ്ങൾ, ഇപ്പോൾ വൺ വേർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലാതെ പഠിക്കുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി വിപുലമായിട്ട് ആ ഒരു ടോപ്പിക്കിനെ സമീപിക്കുന്ന സമയത്ത് മലയാള ഭാഷയുടെ ആരംഭം മുതലുള്ള കാര്യങ്ങൾ പിന്നീട് ഇങ്ങോട്ടേക്കുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിച്ച് പോകേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ മലയാളത്തിൻ്റെ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് റെഫറൻസ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് ഈ ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിൽ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളാണ്. കലകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും ഏറ്റവും നല്ല ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് തന്നെയാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമയെക്കുറിച്ചിട്ട് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും കലയെക്കുറിച്ചിട്ട് നോക്കുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ ട്രൈബൽ കൾച്ചറിനെ കുറിച്ചിട്ട് നോക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലൊക്കെ നമ്മുടെ സാംസ്കാരിക വകുപ്പിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് നിങ്ങളെ ഭയങ്കരമായിട്ടും അത് സഹായിക്കാറുണ്ട്. ഇപ്പോൾ സിനിമയെക്കുറിച്ചിട്ടാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഓരോ ഡെക്കേഡിലും സിനിമകളിൽ വന്നിട്ടുള്ള പ്രധാന മാറ്റങ്ങളെ കുറിച്ചിട്ട് സിനിമ എന്ന് പറയുന്ന ഒരു ലിങ്ക് നിങ്ങൾ കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സിനിമകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഡെക്കേഡിലും എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും.
പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കലകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ചെറിയ പുസ്തകങ്ങൾ ഉൾപ്പെടെ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഡി സിയുടെ ഒക്കെ സ്റ്റോറുകളിൽ നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ ഡി സി ബുക്സിൻ്റെ അതുപോലെ തന്നെ SPCSൻ്റെ ധാരാളമായിട്ടുള്ള പുസ്തകങ്ങളും ഓരോ കലകളെ കുറിച്ചിട്ട്, ഇപ്പോൾ പടയണിയെ കുറിച്ചിട്ട് ഭൈരവിക്കോലം എന്ന് പറഞ്ഞൊരു SPCS ഇറക്കിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ധാരാളമായിട്ടുള്ള കേരളത്തിലെ അനുഷ്ഠാന കലകൾ എന്ന് പറഞ്ഞിട്ട് ഡി സിയുടെ പുസ്തകമുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ ഇന്ന പുസ്തകം എന്നില്ല, കലകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഏത് കിട്ടിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വായിക്കാനായിട്ട് പറ്റും. പിന്നെ കേരള കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് സൊസൈറ്റി, അതുപോലെ തന്നെ ഈ ഫോക്ക് കൾച്ചർ, ട്രൈബൽ കൾച്ചർ പോലെയുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട്, അതിനൊരു പൊതു അറിവ് നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രീധരമേനോന്റെ കേരള കൾച്ചറും അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി, ഈ 2 പുസ്തകങ്ങൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ശ്രീധരമേനോന്റെ 2 പുസ്തകങ്ങൾ അതിന് നിങ്ങളെ ഭയങ്കരമായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന പുസ്തകങ്ങളാണ്, കേരള കൾച്ചറും കേരള ഹിസ്റ്ററി. അതുപോലെ തന്നെ മറ്റൊരു പുസ്തകമാണ് അച്യുത വാര്യരുടെ, പ്രൊഫസർ അച്യുത വാര്യരുടെ കേരള സംസ്കാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അതും നിങ്ങൾക്ക് നല്ല രീതിയിൽ റെഫർ ചെയ്യാൻ പറ്റുന്ന പുസ്തകമാണ്. അതിനകത്ത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് സൊസൈറ്റി പോലെയുള്ള ടോപ്പിക്കുകൾ വളരെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ആ ഒരു ചരിത്രം കൃത്യമായിട്ടും, അല്ലെങ്കിൽ ആ ഒരു സമൂഹം എങ്ങനെയാണ് ഈ രീതിയിലേക്ക് ആയപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടും മതങ്ങളെ കുറിച്ചിട്ടും മതത്തിന്റെ സ്വാധീനത്തെ കുറിച്ചിട്ടൊക്കെ ഈ പുസ്തകങ്ങൾ 2ലും, ശ്രീധരമേനോൻ സാറിന്റെ പുസ്തകത്തിലും അച്യുത വാര്യർ സാറിന്റെ പുസ്തകത്തിലും 2ലും വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. പിന്നെ ഓൾറെഡി ട്രൈബൽ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുസ്തകത്തിന്റെ പേര് നമ്മൾ പറഞ്ഞു, ആദിവാസി സംസ്കാരം ഒരു സമ്പൂർണ്ണ പഠനം എന്ന് പറഞ്ഞ് ശാന്ത തുളസീധരന്റെ ഒരു പുസ്തകമുണ്ട്, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കുന്ന പുസ്തകമാണ്. ആ ഒരു പുസ്തകം നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ST ഡെവലപ്മെന്റിന്റെ ഒഫീഷ്യൽ സൈറ്റ് നിങ്ങൾക്ക് നോക്കാം. അതുപോലെ തന്നെ ക്രിപ്താർട്സിന്റെ ഒഫീഷ്യൽ സൈറ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഈ പറയുന്ന റെഫറൻസുകളെല്ലാം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളമായിട്ടുള്ള നിരൂപണങ്ങൾ, അതുപോലെ തന്നെ പഴയ സിനിമകളെ കുറിച്ചുള്ള ചർച്ചകൾ, കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് ആർട്ടിക്കിളുകളായിട്ടും അല്ലാതെ തന്നെ പുസ്തകങ്ങളായിട്ടും നിങ്ങൾക്ക് വായിക്കാനും വാങ്ങിക്കാനും ഒക്കെ പറ്റും. സോ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ വാങ്ങിച്ച് വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഇത്രയും വളരെ കുറച്ച് റെഫറൻസുകളാണ് ഒഫീഷ്യലി പറയാനായിട്ട് പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പത്രത്തിൽ വരുന്ന വാർത്തകൾ, അല്ലെന്നുണ്ടെങ്കിൽ വരുന്ന ആർട്ടിക്കിളുകൾ, ഇപ്പോൾ പഴയ ബാലരമ ഡൈജസ്റ്റുകളൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം പഴയ ഡൈജസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത്തരത്തിൽ എന്ത് മെറ്റീരിയലുകളും ഈ കലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടുന്ന എന്ത് മെറ്റീരിയലുകളിൽ നിന്നും ഡേറ്റ നിങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് നോട്ട് എഴുതണമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നോട്ട് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു വിശാലമായിട്ടുള്ള വായനയ്ക്ക് ഉതകുന്നതായിട്ടുള്ള പുസ്തകങ്ങളാണ് ഇപ്പോൾ ഐതിഹ്യമാല, കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല നിങ്ങൾക്ക് വായിക്കാവുന്ന, റെഫർ ചെയ്യാവുന്ന നല്ലൊരു റെഫറൻസ് ആണ്. അതുപോലെ തന്നെ DC ബുക്സിൻ്റെ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്ന ഒരു സീരീസ് ഓഫ് ബുക്സ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. വളരെ ഭംഗിയായിട്ട് ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്ന പുസ്തകങ്ങളിലൊന്നാണ്. അതും ഒരു നിങ്ങളുടെ വിശാലമായിട്ടുള്ള വായനയ്ക്ക് ഉതകുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആകുന്ന തരത്തിലുള്ള പുസ്തകങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുള്ള ചില പുസ്തകങ്ങളാണ് കേട്ടോ. ഇതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു ബുക്ക് ഫെസ്റ്റിന് പോകുന്ന സമയത്തോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോറുകളിലൊക്കെ പോകുന്ന സമയത്തോ നിങ്ങളിത് പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പുസ്തകങ്ങൾ നോക്കുന്ന സമയത്ത് ധാരാളമായിട്ടുള്ള പുസ്തകങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ കിട്ടും. സോ അത് വാങ്ങിക്കുവാനും വായിക്കുവാനും ഒക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് എമിനന്റ് PSCയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവുന്ന രീതിയിൽ നിങ്ങളുടെ സംശയങ്ങൾ പറഞ്ഞു തരുവാനും ഒരുമിച്ച് പഠിക്കുവാനും ഒക്കെ എല്ലാ രീതിയിലുമുള്ള സഹകരണങ്ങൾ എമിനന്റ് PSCയുടെ ഭാഗത്തു നിന്നുണ്ടാവും. എമിനന്റ് PSCയുടെ 16ാമത് KS ബാച്ച് ഈ ഓഗസ്റ്റ് 2-ന് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്.